من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിനെ, അവൻ നമ്മെ സദാസമയം നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധത്തോടെയും ബോധ്യത്തോടെയും ജീവിക്കുക എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നമ്മോട് പറയുന്നത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ്. ഓരോ മിനിറ്റും സെക്കൻഡും മണിക്കൂറുകളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആയുസ് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരേ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മരണപ്പെടും എന്ന ഒരൊറ്റ കാര്യമാണ്. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പോലും ദുർബലരായ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് ആകെ ഉറപ്പുള്ള ഒരു സംഗതി അത് നമ്മൾ മരണപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പിന്നീട് നിങ്ങളുടെ പ്രതിഫലങ്ങൾ അത് പൂർത്തീകരിച്ചു തരുന്നത് ഖിയാമത്ത് നാളിലായിരിക്കും. അങ്ങനെ ആ ഹിസാബിന്റെ സമയത്ത് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ ദുനിയാവെന്നത് വെറും വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ
അള്ളാഹു പറയുന്നു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, നിങ്ങളിലെ അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കുകയും ചെയ്യും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ, മറ്റൊരു പ്രാവശ്യം കൂടെ അതിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് ആ മരണം ഉറപ്പാണ്. അത് മാത്രമാണ് നമുക്ക് ഉറപ്പുള്ളത്. അതിലേക്കുള്ള വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതാണ് ദുനിയാവിന്റെ ഈ ജീവിതത്തിന്റെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവേ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ജീവിതത്തിലുടനീളം എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോ മനുഷ്യനും എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് അവർ നോക്കട്ടെ. എന്താണ് നാളേക്ക് വേണ്ടി ഞാൻ, പരലോകത്തേക്ക് വേണ്ടി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും വിചാരണ ചെയ്യട്ടെ. വത്തഖുല്ലാഹ്, വീണ്ടും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് നാളേക്കായി എന്ത് സൽക്കർമ്മങ്ങളാണ്, പരലോകത്തേക്ക് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സൽക്കർമ്മങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നാം ഇപ്പോൾ തന്നെ വിചാരണ നടത്തേണ്ടതുണ്ട്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് സ്വയം നിങ്ങൾ വിചാരണ ചെയ്യുക എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി, അങ്ങനെയൊരു ജീവിതം നയിക്കാൻ വേണ്ടി അള്ളാഹുവിനെ സദാസമയം ഓർത്തുകൊണ്ട് സദാസമയം സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ദുനിയാവിന്റെ വഞ്ചനകളിൽ പെടാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു 3 ചിന്തകൾ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ 3 ചിന്തകൾ എന്ന് പറയുമ്പോൾ ആ ചിന്തകളായിരിക്കണം നമ്മുടെ ജീവിതത്തെ ഉടനീളം മുന്നോട്ട് നയിക്കേണ്ടത്. അതിലൊന്നാമത്തേത്, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. റബ്ബിനെ നമ്മൾ സദാസമയം സ്നേഹിച്ചുകൊണ്ടിരിക്കണം. എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്? നമ്മൾ ഉമ്മയുടെ വയറ്റിലായത് മുതൽ ജനിച്ച് ഈ മണ്ണിലേക്ക് വന്ന് ഇന്ന് ഈ അവസ്ഥയിൽ നമ്മൾ എത്തിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല, എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ നിറയുന്നത് നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ ഹൃദയങ്ങളൊന്ന് പിടഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിയുന്നുണ്ട്. ആ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ സ്നേഹം ഉണ്ടാകുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാകും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം. ആ സ്നേഹമുള്ള ആളുകൾക്കാണ് റബ്ബിനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുക. ലിഖാഉല്ലാഹ്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം. അങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ ഒരു രീതി. സ്നേഹമുള്ള ആളുകളെ, സ്നേഹിക്കുന്ന ആളുകളെ കാണാൻ എപ്പോഴും മനുഷ്യർ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിലെ എയർപോർട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ അറൈവലിന്റെയും അതുപോലെ തന്നെ ഡിപ്പാർച്ചറിന്റെയും ഒക്കെ സ്ഥലത്തേക്ക് നമ്മൾ പോയി നോക്കിയാൽ ആ അറൈവലിന്റെ സ്ഥലത്ത് ആളുകളെ കാത്തു നിൽക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാസികൾ വരുന്നത്. ഡിപ്പാർച്ചറിന്റെ സ്ഥലത്ത് വളരെ സങ്കടത്തോടു കൂടിയിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അവരെ പിരിച്ചയക്കുന്ന. എന്തുകൊണ്ടാണ് ഈ അറൈവലിലുള്ള ആളുകൾക്ക് ഇത്ര സന്തോഷം? എന്തുകൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്? അവർ കാണാൻ പോവുകയാണ്. തന്റെ മക്കളെ, ഭാര്യയെ, നാട്ടുകാരെ, വീട്ടുകാരെ എല്ലാവരെയും കാണാൻ പോവുകയാണ് അവിടെ വരുന്ന ആ പ്രവാസി. കാരണം അവർക്ക് അവരോട് ഭയങ്കരമായ സ്നേഹമാണ്. അങ്ങനെ സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ വല്ലാതെ അവരെ കാണാൻ ആഗ്രഹിക്കുന്നത് പരസ്പരം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് സ്നേഹമുള്ള ഒരുവൻ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുമെന്നാണ്. അവനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തുകൾ ഇബാദത്തുകൾ തിട്ടപ്പെടുത്തുന്ന ആളുകൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം ഹദീസുകളിൽ വിവരിക്കുന്നുണ്ട്.
മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ കസ്തൂരിയുടെ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിലേക്ക് നമ്മൾ ഈ വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്നത് പോലെ സ്വർഗവാസികൾ എല്ലാ വെള്ളിയാഴ്ചയും ആ താഴ്വരയിൽ ഒരുമിച്ച് കൂടുമെന്നാണ്. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിൽ നിന്ന് കുർസിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. ആ കുർസിയിനെ ഈ താഴ്വരയിൽ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. ആ കുർസിയിന് ചുറ്റും പ്രകാശത്തിന്റെ ചില ഇരിപ്പിടങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളും അതുപോലെ തന്നെ പ്രവാചകന്മാരും ഇരിക്കും. അതിന്റെയും പിറകിൽ കസ്തൂരിയുടെ ചില ഇരിപ്പിടങ്ങൾ ഉണ്ടാകുമെന്നാണ്. അള്ളാഹു അവരുടെ അടുത്തേക്ക് അങ്ങനെ വരും. ആ കസ്തൂരിയുടെ ഇരിപ്പിടങ്ങളിൽ ബാക്കിയുള്ള മനുഷ്യരെല്ലാവരും ആ കസ്തൂരിയുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുമെന്നാണ്. അങ്ങനെ അള്ളാഹു അവിടേക്ക് വരും. ആദ്യം അള്ളാഹുവിനെ അവർ കാണുകയില്ല. അള്ളാഹുവിന്റെ ശബ്ദമാണ് അവർ കേൾക്കുക. അള്ളാഹു അവരോട് ചോദിക്കും, എന്റെ അടിമകളെ, നിങ്ങൾക്ക് ഇനി വല്ല ആഗ്രഹവും ബാക്കിയുണ്ടോ എന്ന് അവരോട് ചോദിക്കുമെന്നാണ്. വല്ല ആശയവും ഇനി നിങ്ങൾക്ക് ബാക്കിയുണ്ടോ എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവർ മറുപടി പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ മുഖത്തെ നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചല്ലോ. എത്രയോ കോടി മനുഷ്യരെ നീ ആ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ നരകത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കാതെ നിന്റെ കാരുണ്യം കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾ നീ മാറ്റിയല്ലോ. അത് തന്നെ വലിയ അനുഗ്രഹമല്ലേ റബ്ബേ. ഇനി എന്താഗ്രഹം? ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ഇനി എന്താണ് ലഭിക്കാനുള്ളത് എന്ന് സ്വർഗവാസികൾ ചോദിക്കുമെന്നാണ്. അവർ പറയുമെന്നാണ്, അള്ളാഹുവെ, ഞങ്ങൾക്ക് നിന്റെ വജ്ഹ് മാത്രം മതി, നിന്റെ തൃപ്തി മാത്രം മതി എന്ന് മറുപടി പറയും എന്നാണ്. വീണ്ടും അള്ളാഹു ചോദിക്കും, എന്റെ തൃപ്തി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നത്, എന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നത്, അതല്ലാതെ ഇനി നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ 3 തവണ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും എല്ലാത്തിനും മനുഷ്യർ ഇതേ മറുപടി തന്നെ കൊടുക്കുമെന്നാണ്. അങ്ങനെ അവിടെ ആകെ ഒരു വല്ലാത്തൊരു പ്രകാശത്താൽ നിറയുമെന്നാണ്. ആ പ്രകാശത്തിന്റെ തീവ്രത ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ മറയായിക്കൊണ്ടാണ് ആ പ്രകാശം വരുന്നത് എന്നാണ്. അങ്ങനെ ആ പ്രകാശത്തിന്റെ മറ അങ്ങ് നീക്കുമ്പോഴേക്ക് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ സ്വർഗവാസികൾ നോക്കിക്കാണുമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും, അവർ അവരുടെ റബ്ബിങ്കലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, എന്നാൽ ഹതഭാഗ്യരായ ചില ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഖദ് ഖസിറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാ ഹത്താ ഇദാ ജാഅത്ഹും അസ്സാഅതു ബഗ്തതൻ ഖാലൂ യാ ഹസ്റതനാ അലാ മാ ഫറത്നാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ. തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യം നിഷേധിച്ച് കളഞ്ഞ ചില ആളുകൾ അവർ നഷ്ടക്കാരായിരിക്കുന്നു. അവരതാ പരലോകത്ത് പറയുകയാണ്, യാ ഹസ്റതനാ, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപഭാരം അവരങ്ങനെ ചുമക്കുമെന്നാണ്. അലാ സാഅ മാ യസിറൂൻ, എത്ര മോശപ്പെട്ട ചുമടാണ് അവർ ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാത്ത, അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലാത്ത ആളുകളുടെ നഷ്ടത്തെക്കുറിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിന് നാം അള്ളാഹുവിനെ അമിതമായി അതിയായി കൊണ്ട് സ്നേഹിക്കേണ്ടതുണ്ട്. മറ്റെന്തിനേക്കാളും നമ്മളെക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്താണ്? നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നു എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് രണ്ടാമത് നമ്മളെ നയിക്കേണ്ട ചിന്ത. ആ ചിന്ത സദാസമയം നമ്മുടെ കൂടെ വേണം. മോർച്ചറിയിൽ കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയെ എടുത്തുകൊണ്ട്
ചോദിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവർ പറയും, അവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് ഇടും, അവർക്ക് ഇത് ചെയ്യാനുണ്ട് അത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങളുടെ ഒരു ലിസ്റ്റ് അവരിങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മളൊക്കെ മരിച്ചാലും അങ്ങനെ തന്നെയാണ്. കുറെ പറയാൻ ബാക്കിയുണ്ടാകും, കുറെ ചെയ്യാൻ ബാക്കിയുണ്ടാകും. എപ്പോഴാണ് ആ മരണം നമ്മളിലേക്ക് കടന്നു വരിക എന്നുള്ളത് നമുക്കറിയുകയില്ല. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ, ഒരു രോഗവും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് പിറ്റേ ദിവസം കുഴിഞ്ഞു വീണ് മരിച്ചു, അതല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു, അതല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഇപ്പോൾ ഇതാ വയനാട് ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു. ഒന്നും അറിയാത്ത ആളുകൾ, നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, തന്റെ വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ, ഒരു ഉരുൾപൊട്ടലിലൂടെ ഒന്നാകെ ഒരു നിമിഷം കൊണ്ട് തീരുന്ന കാഴ്ച, മരണപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴായി പല വീഡിയോകളിലും കണ്ടതാണ്. പിറ്റേന്ന് നമ്മളെ കുറിച്ച് പറയുന്നു, അതെ ആ മയ്യത്തെടുക്കുകയാണ് എന്ന് പറയുക. നമ്മളെ കുറിച്ചും പറയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അല്ലാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. സക്രത്തുൽ മൗത്ത് എന്നാണ് പറഞ്ഞത്, മരണലഹരി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശേഷിപ്പിച്ചത്. മരണലഹരി അത് അതിന്റെ സത്യവും കൊണ്ട് യാഥാർത്ഥ്യവും കൊണ്ട് വരുമെന്നാണ്. ദാലിക മാ കുൻത മിൻഹു തഹീദ്, ഇതിൽ നിന്നാണ് നീ ഓടിക്കൊണ്ടിരിക്കുന്നത്, നീ കുതറി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനിഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഇന്നലകളിൽ ജീവിച്ചു പോയ വലിയ വലിയ ധനാഢ്യന്മാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ വിട്ടിട്ട് പോയ എത്രയെത്ര തോട്ടങ്ങളാണ്, എത്രയെത്ര അരുവികളാണ്, എത്രയെത്ര കെട്ടിട സമുച്ചയങ്ങളാണ്, എത്രയെത്ര ബിസിനസ് സ്ഥാപനങ്ങളാണ് ഈ ദുനിയാവിൽ അവരുടെ ഓർമ്മകൾ പോലും ബാക്കിയില്ലാതെ ഇന്ന് നിലനിൽക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മൾ ചോദിക്കുകയാണ്. പലരും വീടും പറമ്പും ഒക്കെ നമ്മുടേതാണെന്ന് പറയും. എന്നാൽ അതിന്റെ അടിയാധാരം എടുത്തൊന്ന് പരിശോധിച്ചാൽ എത്ര ആളുകളുടെ പേര് അതിൽ നമുക്ക് കാണാൻ സാധിക്കും? ഇനി എത്ര ആളുകളുടെ പേരുകൾ അതിൽ മാറി മാറി വരാനുണ്ട്. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. അല്ലാഹു പറഞ്ഞു, മരിച്ച ആ സെക്കൻഡിൽ നമ്മുടെ വീട് നമ്മുടേതല്ലാതായി മാറുന്നു, നമ്മുടെ വണ്ടി നമ്മുടേതല്ല, നമ്മുടെ വസ്ത്രങ്ങൾ പോലും നമ്മുടേതല്ലാതായി മാറുകയാണ്. അത് കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, മറ്റുള്ള ആളുകളിലേക്ക് മറ്റൊരു ഖൗമിനെ നാം അനന്തരാവകാശമായി കൊണ്ട് കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി പിന്നെ കരയുന്നില്ല. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പിന്നെ ആകാശവും ഭൂമിയും ഒന്നും കരയുന്നില്ല. ഏതെങ്കിലും മക്കള് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പാപ്പ മരിച്ചു, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല, അതല്ലെങ്കിൽ ഉപ്പ മരിച്ചു, ഇനി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അതൊക്കെ വെറുതെ പറയുകയാണ്. ഒരു കൊല്ലത്തിനപ്പുറം, അതല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കപ്പുറം ഒരു പക്ഷേ നമ്മുടെ ഓർമ്മകൾ തന്നെ ഇല്ലാതായിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. ഓർമ്മ എല്ലാവരുടെ മനസ്സിൽ നിന്നും അവസാനിക്കും. പിന്നെ അവസാനം ബാക്കിയാവുക എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ മാത്രമായിരിക്കും. നമ്മൾ ചെയ്തത് മാത്രം ബാക്കിയായി വരും. അതുകൊണ്ട് അതിനു വേണ്ടി, ആ പരലോകത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ ചിന്ത, മരണചിന്ത. ഈ ചിന്ത നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. നിങ്ങൾ സദാസമയം മരണത്തെ ഓർക്കണേ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹാദിമിൽ ലദ്ദാത്ത് എന്നാണ് നബി വിളിച്ചത്, അഥവാ ആസ്വാദനത്തിന്റെ അന്തകൻ. ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ, ഈ ദുനിയാവിന്റെ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു അറിയിപ്പില്ലാതെ, മുന്നറിയിപ്പില്ലാതെ നമ്മൾ ഒന്ന് പിടികൂടുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ എന്ന്, ധാരാളമായി ഓർക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ മരണചിന്ത ഉണ്ടായിക്കൊണ്ട് കർമ്മങ്ങൾ നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ നയിക്കേണ്ട 3 ചിന്തകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തേത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹമാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള അമിതമായ സ്നേഹമാണെങ്കിൽ. രണ്ടാമത്തേത് മരണചിന്തയാണ്. മൂന്നാമത്തെ ചിന്ത എന്താണ്? അത് പരലോകത്തെ പറ്റിയുള്ള ചിന്തയാണ്. സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ ഖാഫിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നടത്താൻ സൂറത്തുൽ ഖാഫ് മാത്രം ഓതിക്കൊണ്ട് ഖുതുബ നടത്തിയിരുന്നു എന്നാണ്. വളരെ വാഇലാണെന്നാണ് സൂറത്ത്, അഥവാ ഉപദേശകനായ സൂറത്താണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുകയാണ്. ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദിവസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോരുത്തരും ഖബറിൽ നിന്ന് എണീറ്റ് വരികയാണ്. അവരെ നയിച്ചുകൊണ്ട് പോകുന്ന മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുകയാണ്, മനുഷ്യനോട് പറയുകയാണ്, ഇന്നേ ദിവസത്തെക്കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു. അശ്രദ്ധയിലായിക്കൊണ്ട് കഴിഞ്ഞ ആളുകളോട് അല്ലാഹു പറയുകയാണ്, ഈ ദിവസത്തെക്കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു. നിനക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കാണാനും അറിയാനും കഴിയുമായിരുന്നില്ല. നിന്റെ കണ്ണ് മൂടിപ്പോയിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ നിന്റെ കണ്ണിന് ബാധിച്ച ആ അന്ധതയുണ്ടല്ലോ, ആ മറയുണ്ടല്ലോ, ഇന്നിതാ ഞാൻ നീക്കി തന്നിരിക്കുന്നു. ഇന്ന് നീ ശരിക്കും കാണുക, നിന്റെ കണ്ണ് മൂർച്ചയുള്ളതാകുന്നു എന്ന് അള്ളാഹു പറയുമെന്നാണ്. അവനെ കൂടെയുള്ള മലക്ക് അള്ളാഹുവിനോട് പറയുമെന്നാണ്, ഇതാ ഇവന്റെ റെക്കോർഡുകൾ, ഇവന്റെ രേഖകൾ എന്റെ കയ്യിൽ റെഡിയാണ് എന്ന് പറയുമെന്നാണ്. അങ്ങനെ ദുർവാശിക്കാരായ സകല ആളുകളെയും, നന്ദികെട്ട ആളുകളെല്ലാവരെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹു അവിടെ കൽപ്പന കൊടുക്കുകയാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ നന്മയെ തടയുന്നവരായിരുന്നു. അവർ അതിരു കവിഞ്ഞവരായിരുന്നു. മുരീബ്, അവർ സംശയാലുക്കളായിരുന്നു. സ്വർഗത്തിന്റെ കാര്യത്തിൽ അവന് സംശയമായിരുന്നു. ഇനി വരാനിരിക്കുന്ന ജീവിതത്തിന്റെ കാര്യത്തിൽ അവന് സംശയമായിരുന്നു. നരകത്തിന്റെ കാര്യത്തിൽ അവന് സംശയമായിരുന്നു. അതുകൊണ്ട് അവൻ ആ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് പറയപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ 2 കൂട്ടുകാർ തമ്മിൽ നടത്തുന്ന സംഭാഷണത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒരാൾ അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഇവനാണ് എന്നെ വഴി തെറ്റിച്ചത് എന്ന് പറയുമെന്നാണ്. ഇവനാണ് എന്റെ ചുണ്ടിലേക്ക് സിഗരറ്റിന്റെ ആ കൊള്ളി വെച്ച് തന്നത്. ഇവനാണ് എന്നെ നമസ്കാരത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. ഇവനാണ് എനിക്ക് ശിർക്കിന്റെയും അതുപോലെ തന്നെ വിദഅത്തിന്റെയും വഴികൾ കാണിച്ചു തന്നത് എന്ന് പറയുമെന്നാണ്. അപ്പോൾ ആ മറ്റേ വ്യക്തി പറയുമെന്നാണ്, ഖാല ഖരീനുഹു, അവന്റെ കൂട്ടുകാരൻ തിരിച്ചു പറയും, റബ്ബനാ മാ അത്ഗൈതുഹു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞാൻ അവനെ വഴിപേപ്പിച്ചിട്ടില്ല. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ വിദൂരമായ വഴികേടിലായിരുന്നു റബ്ബേ, അവൻ സ്വയം തന്നെ വഴിപേച്ച് പോയതാണ് എന്ന് ഈ വഴിപേപ്പിച്ച വ്യക്തി പറയുമെന്നാണ്. ഞാൻ അവനെ നശിപ്പിച്ചിട്ടില്ല എന്ന് പറയുമെന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല ലാ തഖ്തസിമു ലദയ്യ, നിങ്ങൾ എന്റെ മുന്നിൽ ഇപ്പോൾ പരസ്പരം തർക്കിക്കേണ്ടതില്ല. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തർക്കിക്കേണ്ടതില്ല എന്ന് പറയുമെന്നാണ്. എന്നിട്ട് പറയും, മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ,
വമാ അന ബിദല്ലാമിൻ ലിൽ അബീദ്. ഇവിടെ എന്റെ അടുക്കൽ ഒരു വാക്കിനും മാറ്റമില്ല. ദുനിയാവിലെ നിങ്ങൾ വാഗ്ദത്വം ലംഘിക്കുന്നത് പോലെ ഇവിടെ ഞാൻ വാഗ്ദത്വം ലംഘിക്കുകയില്ല എന്ന് പറയുമെന്നാണ്. വയൗമ നഖൂലു ലിജഹന്നം, നരകത്തോട് പറയും, അന്നേ ദിവസം നരകത്തോട് ചോദിക്കപ്പെടും, ഹലിം തലതി ഫതഖൂലു ഹൽ മിൻ മസീദ്, നരകമേ നീ നിറഞ്ഞോ എന്ന് നരകത്തോട് ചോദിക്കപ്പെടുമ്പോൾ നരകം തിരിച്ചു പറയും, ഇനിയുമുണ്ടോ റബ്ബേ, ഞാനിതാ വിശാലമായി കടക്കുകയാണ്, എനിക്ക് ഇനിയുമുണ്ടോ ആളുകൾ എന്ന് ചോദിക്കുമെന്നാണ്. മറുഭാഗത്ത് അധികം വിദൂരമല്ലാത്ത രീതിയിൽ മുത്തഖീൻകളായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ച ആളുകൾക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവനും, അവ്വാബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ എന്നാണ്. ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹുവിലേക്ക് ഏറ്റവും മടങ്ങുന്നവൻ. അങ്ങനെ ഹാദാ മാ തുഅദൂന, ഇതാണ് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എല്ലാ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിലേക്ക് ഏറ്റവും മടങ്ങുന്ന ആളുകൾക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ സ്വർഗം ഇതാ നിങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയുമെന്നാണ്. അതുകൊണ്ട് ഈ മൂന്ന് ചിന്തകൾ, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ മരണത്തെ പറ്റിയുള്ള ചിന്ത, അതുപോലെ തന്നെ പരലോകത്തെ പറ്റിയുള്ള ചിന്ത, ഇത് നമ്മളെ നയിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ ഇനി മുതൽ നയിക്കേണ്ടത് ഈ മൂന്ന് ചിന്തകളായിരിക്കണം. അങ്ങനെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ, സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സലാമുൻ അലൈക്കും തുബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, തുബ്തും, നിങ്ങൾ നന്നാക്കിയത് കാരണത്താൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കിയത് കാരണത്താൽ, ക്ഷമിച്ചത് കാരണത്താൽ, നിങ്ങൾ നിലപാടുകൾ എടുത്തത് കാരണത്താൽ, തുബ്തും, നിങ്ങൾ നന്നാക്കിയത് കാരണത്താൽ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്, ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതമായിക്കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു നമ്മൾ പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ടും രോഗം കൊണ്ടും പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുക്കുമാറാകട്ടെ. വയനാട്ടിൽ ഇപ്പോൾ ഒരു ദുരന്തമുണ്ടായി. ആളുകൾ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ആ ദുരന്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നല്ലൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر للمسلمين والمسلمات. إنك مجيب الدعوات يا قاضي الحاجات.